അപ്പം ഞാനിന്നിവിടെ കുറച്ച് ഷോപ്പിങ്ങിൻ്റെ ഞാൻ പർച്ചേസ് ചെയ്ത കുറച്ച് ഡ്രസ്സ് ഇവിടെ നിന്നാണ് മേടിച്ചത്. ഓക്കേ, അപ്പോൾ ഞാനത് കാണിക്കുന്നതാണ്. ആദ്യമായിട്ട് ഞാൻ ഇന്നേഴ്സാണ് കാണിക്കാൻ പോകുന്നത്. അതിപ്പോൾ ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ എടുത്തതാണ് ഇന്നേഴ്സ്. ഇത് ഷിമ്മി ടൈപ്പാണ്. ഓക്കെ, അതോ ഇതാണ് ഷിമ്മി. അപ്പോൾ ആദ്യം ഞാനിത് മേടിച്ചു. ഇതൊരു അത്ര ലോക്കൽ കമ്പനിയല്ല, എന്നാലും കുഴപ്പമില്ലാത്ത കമ്പനി. റെഡാണ് ഞാൻ എടുത്തത് കേട്ടോ. എല്ലാവരും പറയണേ എനിക്ക് ഈ കളറും ഒക്കെ ഉള്ളൂ എന്ന്. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം റെഡ് എടുത്തു. അതായത് കണ്ടോ, വല മോഡലിലൊക്കെ ഉള്ളത് എടുത്തു. കണ്ടല്ലോ, പൊട്ടിച്ചിട്ടില്ല. ഇത് ഞാൻ ഇത്തിരി കൂടി തടി കുറയ്ക്കണമെന്നാണ് എൻ്റെ നിഗമനം. അപ്പോൾ ഇതാണ് ഒരു കളർ. തടി കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്കൊരു കംഫർട്ട് തന്നെയാണ്. എന്നാലും എനിക്ക് കംഫർട്ട് ഇത്തിരി കൂടെ ആവണമെന്ന് തോന്നുന്നു. കറക്റ്റാണ്. എന്നാലും നമ്മളെ ബോഡിക്ക് അനുസൃതമായിട്ടുള്ള നമ്മുടെ ബ്രസ്റ്റ് സൈസിൽ നിന്നും കുറച്ച് ബ്രസ്റ്റ് എങ്ങാനും ഇങ്ങോട്ട് മാറി നിൽക്കുകയാണെങ്കിൽ അത് അത്രയും കവർ ചെയ്ത് വരണ്ടേ. അപ്പോൾ ഞാൻ ഇത്തിരി കൂടെ എക്സസൈസ് ചെയ്തിട്ട് അതിനെ കവർ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ മാറിക്കിടക്കും. അപ്പോൾ അതേപോലത്തെ ബ്ലാക്കും വൈറ്റും വാങ്ങി കേട്ടല്ലോ. അതേ മോഡലിൽ തന്നെ ബ്ലാക്കും വൈറ്റും വാങ്ങി. ഓക്കെ, ഇതും വേണമെങ്കിൽ നോട്ട് കാണിക്കാം. ഓക്കെ, ബ്ലാക്ക് എനിക്ക് ഒരെണ്ണം ഉണ്ട്, അതേപോലെ മേടിച്ചു. അപ്പോൾ ഇത് വന്നിട്ട് എനിക്ക് വെഡ്ഡിങ് സെറ്റായി. ഇതിൽ ബ്ലാക്ക് ഷഡീസ് ഉണ്ട്. അത് ഞാൻ ഇന്നാൾ കാണിച്ചല്ലോ, വെഡ്ഡിങ് സെറ്റായി. അപ്പോൾ ഇത് പാക്ക് ചെയ്ത് വെക്കാം. ഇതൊന്നും ലോക്കൽസ് അല്ല കേട്ടോ, ഇതിനൊക്കെ ഏകദേശം 500 അടുപ്പിച്ച് വിലയുണ്ട്. പിന്നെ വേറെ വാങ്ങിച്ചത് V-Starൻ്റെ ആണ് കേട്ടോ. V-Star എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബനിയൻ ക്ലോത്താണ്. ഇതേപോലത്തെ ഒന്നും കൂടെ മേടിക്കണം. ഇത് നല്ല കംഫർട്ടാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ട റൗണ്ട്, ഇവിടെ ഇങ്ങനെ റൗണ്ട് ഡി ഷേപ്പാണ്. ഡി ഇതാണ് ഒരു കളർ. ഇത് വയലറ്റ് കളറാണ്, നീലയല്ല, വയലറ്റ് കളർ. ഇതിൽ റെഡ് വേണ്ട, എപ്പോഴെപ്പോഴും റെഡ് ഇടണം ഇതിന്. അപ്പോൾ ഇതാണ് ഒന്ന്, കണ്ടല്ലോ. ഇതാണ് ഷേപ്പ്. ഇത് V-Starൻ്റെ ആണ്. ഇത് 500 രൂപയുണ്ട് വില. കഴിഞ്ഞില്ല, ഇനി 2-3 ഒക്കെ കൂടി മേടിച്ച് വെക്കണം. പിന്നെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഒരു മോഡലിങ്ങിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് പോകുമ്പോൾ കുറേ ഇന്നേഴ്സ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഏർക്കുന്ന കേസ് നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇന്നേഴ്സ് അവിടെ കിട്ടും. അത് വെഡ്ഡിങ് സെറ്റായിട്ടാണ് കിട്ടുന്നത്. അതായത് റെഡ് ഷഡ്ഡി, റെഡ് ബ്രാ, നീല ഷഡ്ഡിക്ക് നീല ബ്രാ. അതാണ് വെഡ്ഡിങ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പം പിന്നെ ഇനി അടുത്ത് ഞാൻ വേറെ രണ്ട് ലോക്കൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി, തീരെ ലോക്കലൊന്നും അല്ല, മേടിച്ചു. അത് 3 കളർ മേടിച്ചു. ഇത് സെറ്റാണ് കണ്ടല്ലോ. 1 2 3. ഇത് 3 സെറ്റായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് അത്ര ലോക്കലൊന്നും അല്ല, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യണം. നമ്മൾ പുറത്ത് പോകുമ്പോൾ എപ്പോഴും നല്ല ബ്രാൻഡഡ് സാധനം ഉപയോഗിക്കുന്നതാണ് നല്ലത്. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ ഇത്തിരി വില കുറഞ്ഞത്, ഒരുപാട് വിലയല്ല, 10-250 രൂപയ്ക്കകത്തുള്ള സാധനം വീട്ടിൽ നിൽക്കുമ്പോൾ ഉപയോഗിച്ചാൽ മതി. നമ്മൾ പുറത്തിറങ്ങുമ്പം നല്ല ബ്രാൻഡഡ് സാധനം ഉപയോഗിച്ചാൽ നമ്മുടെ ബോഡി അത്രയും നല്ല ഫിനിഷബിളായിരിക്കും. പിന്നെ മേടിച്ചത് ഈ ടീഷർട്ടാണ് മേടിച്ചത്. ഇത് ഇന്നാൾ ഞാനൊരു മേടിച്ചില്ലേ, ഇന്നാൾ ഞാനൊരു പിന്നെ പീച്ച് കളറല്ല, ഈ കളർ മേടിച്ചു. അപ്പോൾ അതിൻ്റെ വേറെ മെറ്റീരിയലാണ്. ഇഷ്ടപ്പെട്ടോ? ചേരുന്നുണ്ടല്ലേ എനിക്ക് നല്ലപോലെ. നല്ല ഇത് നൂലിൽ തച്ചെടുത്തതാണ്. കൈ സ്റ്റിച്ചിങ് ആണ് ഇത്, മെഷീൻ സ്റ്റിച്ചിങ് അല്ല.
കൈ കൊണ്ടുള്ള സ്റ്റിച്ചിങ്ങാണ്, വലിയ ബലമൊന്നുമില്ല. പൂ പോലെ ഇടുക, അതുപോലെ പൂ പോലെ കൊണ്ടുവന്ന് മടക്കി വയ്ക്കുക. എനിക്ക് ഇഷ്ടമായ ഇത് ടെക്ടൈസിൽ പോയി എടുത്തതാണ് കേട്ടോ, അല്ലാതെ ഒന്നും ഓൺലൈൻ സർവീസ് ഒന്നുമില്ല. കാരണം ആമസോൺമാർ പറ്റിക്കുന്നത് കൊണ്ട് ഞാൻ ഓൺലൈൻ സർവീസ് ഒന്നും തന്നെ ഇല്ല. എൻ്റെ ക്യാമറയുടെ പൈസയാണ് നഷ്ടമായത്. അതുകൊണ്ട് ഞാൻ ഓൺലൈൻ സർവീസ് അല്ല, എല്ലാം കടയിൽ പോയിട്ട്. പിന്നെ വേറൊന്ന് മേടിച്ചത് ഇത് കണ്ടല്ലോ, ഇഷ്ടമായോ? നല്ല ഭംഗിയില്ലേ? എനിക്കിഷ്ടമായി കേട്ടോ. നല്ല ജീൻസിന് പാകമായിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സാണ്. ഓക്കെ, ഇതൊക്കെ ഞാനൊരു ദിവസം ഇട്ട് കാണിക്കുന്നതാണ് കേട്ടോ. പിന്നെ വേറെ മേടിച്ചത്, അപ്പോൾ അതിന് പാകമായ ഞാനൊരു പാവാടയാണ് ഇതിന് ഞാൻ കരുതിയിരിക്കുന്നത്. സ്കേർട്ട്, ലോങ് സ്കേർട്ട്, ഷോർട്ട് ഇടാൻ കേട്ടോ. ഷോർട്ട് ഇട്ടാൽ നന്നായിരിക്കും, നല്ല രസമായിരിക്കും. പിന്നെ മേടിച്ചത് ഒരു ചുരിദാറിൻ്റെ പോലത്തെ ഒരു ഇറക്കം കുറഞ്ഞതാണ് കണ്ടോ, കോളറൊക്കെ ഉള്ള. ഇത് ഞാനത് മടക്കാതെ ഞാനത് ഒരു ദിവസം ട്രൈ ചെയ്തെന്ന് കണക്കാണോന്ന് അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചുരുട്ട് മടങ്ങിയിരിക്കുന്നത് കേട്ടോ. ഒരു ദിവസം ഇട്ട് ഫോട്ടോ എടുത്തിട്ട് ഞാൻ, കാരണം ഇതൊരാൾ ഗിഫ്റ്റ് തന്നതാണ്, അപ്പോൾ അവർക്ക് ഇട്ട് കാണിക്കണമല്ലോ. ഞാൻ മേടിച്ചോ ഇല്ലേന്ന് അറിയണ്ടേ. അവർ ക്യാഷാണ് എനിക്ക് തന്നത്, അപ്പോൾ മേടിച്ചോ ഇല്ലേന്ന് അവർക്ക് കാണിക്കണമല്ലോ. അപ്പോൾ അവർക്ക് ഞാൻ ഒരു ദിവസം ഇതിട്ട് ഫോട്ടോ ഇട്ട് കൊടുക്കേണ്ടി വന്നു. കാരണം മേടിച്ചോ ഇല്ലെന്ന് അവർക്ക് ഡ്രസ്സ് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിട്ടു. ഇത് ഈ മുട്ട് വരെ ഉള്ളു കേട്ടോ ഇറക്കാം, ഇത് മുട്ട് വരെ ഇറക്കുള്ളൂ. ഇത് ഇട്ട് ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഗിഫ്റ്റായിട്ട് തന്ന ഒരു ഗിഫ്റ്റ് ബോക്സ്. ഇത്രയും ഞാൻ മേടിച്ചു. കുറച്ച് കാശ് കൂടി ഞാൻ കയ്യിൽ നിന്ന് ഇട്ടിട്ട് മേടിച്ചതാണ്. അവർ തന്ന എല്ലാ പൈസയ്ക്ക് ഇത്രയും തുണി കിട്ടത്തില്ല. ഞാൻ കുറച്ച് കാശ് കയ്യിൽ നിന്നും കൂടെ ഇട്ട് ഇത്രയും ഡ്രസ്സ് പർച്ചേസ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമായ ഗൈസ്?